വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിലായി. കോട്ടയം മീനച്ചിൽ സ്വദേശി IV രാജേഷിനെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. 80ഓളം പേരാണ് ഇയാളുടെ തട്ടിപ്പിനിരയായത്. ഒരാൾക്ക് പോലും വിദേശത്ത് ജോലി നൽകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ IV രാജേഷിന്റെ തട്ടിപ്പിനിരയായത് ഔദ്യോഗിക കണക്കിൽ 80 പേരാണ്. അനൌദ്യോഗികമായി 300 പേര് തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് കരുതുന്നത്. 10 കോടിയോളം രൂപ തട്ടിപ്പിലൂടെ സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും രാജേഷിന്റെ തട്ടിപ്പിന് ഇരയായവരുണ്ട്. കഴിഞ്ഞ 1 വർഷമായി ഒളിവിലായിരുന്നു ഇയാൾ. ഭാര്യയുമായി അകന്നു കഴിയുകയാണെന്നാണ് എല്ലാവരെയും വിശ്വസിപ്പിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ വളയൻചിറങ്ങരയിലെ ഒരു കടയിൽ നിന്നും രാജേഷിന്റെ ഭാര്യയുടെ അക്കൌണ്ടിലേക്ക് UPI വഴി പണം എത്തി. ഈ ട്രാൻസാക്ഷൻ പിന്തുടർന്നാണ് രാജേഷിനെ പോലീസ് പിടികൂടിയത്. പാലായിൽ കേസിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വീണ്ടും ഇവർ തട്ടിപ്പ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തട്ടിപ്പ് നടത്തി ഒളിവിൽ കഴിയുകയായിരുന്നു. ഇപ്പോൾ 1 വർഷമായിട്ട് പോലീസിന്റെ പിടിയിൽപ്പെടാതെ ഒളിവിൽ കഴിയുകയാണ്. മറ്റു പല സ്റ്റേഷനുകളിലും അന്വേഷിച്ച് വരികയായിരുന്നു. അപ്പോൾ അതുപോലെ ഇവർ ഇപ്പോൾ നമ്മൾ ചോദ്യം ചെയ്താൽ ഇവർ പാലായിലും കോട്ടയം ഭാഗത്തൊക്കെ ഈ ടിക്കറ്റ് വിദേശത്തേക്കൊക്കെയുള്ള ടിക്കറ്റ് ആളുകളുടെ നിന്ന് ബുക്ക് ചെയ്തിട്ട് ടിക്കറ്റ് ബുക്കിംഗ് ആയി കഴിയുമ്പോൾ ഇവരത് ക്യാൻസൽ ചെയ്ത് അതിൻ്റെ കാശും തട്ടുന്ന ഒരു പുതിയ രീതി കൂടി ഇപ്പോൾ ഇയാൾ നടപ്പിലാക്കി വരുന്നുണ്ടെന്നാണ് ചോദ്യം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ വിവിധ തരത്തിലുള്ള തട്ടിപ്പുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളമായിട്ട്. ഇത് ഇയാൾ അറസ്റ്റ് ചെയ്തതെന്ന് അറിഞ്ഞുകൊണ്ട് ധാരാളം പേര് തൊടുപുഴ സ്റ്റേഷനിലേക്ക് ബന്ധപ്പെടുകയും നേരിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ താഴത്ത് തന്നെ 8-9 പേര് പല സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. കൊറിയയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 5 ലക്ഷം രൂപ തട്ടിയെന്ന തൊടുപുഴ കുമാരമംഗലം സ്വദേശിയുടെ പരാതിയിൽ 2024 രജിസ്റ്റർ ചെയ്ത കേസിലാണ് രാജേഷിനെ അറസ്റ്റ് ചെയ്തത്. കൂടാതെ മറ്റൊരു പരാതി കൂടി തൊടുപുഴ സ്റ്റേഷനിലുണ്ട്. രാജേഷിന്റെ തട്ടിപ്പിന് ഇരയായവർ ചേർന്ന് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചിരുന്നു. ഞങ്ങളുടെ ആവശ്യം പണം കിട്ടുക എന്നുള്ളതാണ്. ഇയാളുടെ 10 സെന്റും വീടും അടങ്ങുന്ന 80 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി ഞങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകൾ ഇതുവരെ പണം കിട്ടാൻ വേണ്ടിയിട്ട് കേസ് കൊടുക്കാത്തവരുണ്ട്. ഇവർ ഇപ്പോൾ തന്നെ ഇവിടെ സ്റ്റേഷനിൽ വന്നിട്ട് 2 കുട്ടികളോട് തിരുവനന്തപുരത്ത് നിന്ന് വന്നവരോട് നിങ്ങൾ കേസ് കൊടുക്കരുത്, 6 മാസത്തിനുള്ളിൽ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കബളിപ്പിക്കൽ എന്ന് പറയുന്ന അയാളുടെ ജീവിതത്തിൽ രക്തത്തിൽ അലിഞ്ഞേക്കണ കാര്യമായി മാറിയിരിക്കുകയാണ്. രാജേഷിന്റെ കൂട്ടാളി മനുവിനെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. ഇനി ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. കൂടാതെ ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച സ്ത്രീയുടെ പങ്കാളിത്തവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.